മലയാള സിനിമ ചിറകു വിരിച്ചു പറക്കുകയാണ്. താരബാഹുല്യങ്ങളില്ലാതെ കൊമേഴ്ഷ്യൽ സ്റ്റഫുകൾ കുത്തിനിറയ്ക്കാതെ ഒരു ഇൻഡസ്ട്രി അതിൻ്റെ തനതായ ശൈലിയിൽ മുന്നേറുന്ന കാഴ്ചയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി അഥവാ മോളിവുഡ് നമുക്ക് കാട്ടിത്തരുന്നത്. ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ പല സിനിമകളും കേരളവും കടന്ന് അന്യഭാഷകളിലും കയ്യടി നേടിയവയാണ്. അങ്ങനെ കയ്യടി നേടിയ ചിത്രങ്ങളുടെ സംവിധായകന്റെ ഒരു പുതിയ സിനിമയാണ് ഇപ്പോഴത്തെ സിനിമാ വിശേഷം. അതെ, ചിദംബരത്തിന്റെ ബാലനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വലിയ താരങ്ങളെയോ സ്റ്റാർ വാല്യുവിനെയോ ഒന്നും ആശ്രയിക്കാതെ കഥ പറയുന്ന ചിത്രം. 3 പുതുമുഖ താരങ്ങളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ടാണ് സിനിമ മുൻപോട്ട് പോകുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്ത സിനിമയായിട്ടും തന്റെ മുൻ സിനിമകളായ ജാനേമൻ, മഞ്ഞുമ്മൽ ബോയ്സ് എന്നിവയെ അപേക്ഷിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സിനിമയായിരുന്നു ബാലനെന്ന് സംവിധായകൻ ചിദംബരം തന്നെ പറയുന്നുണ്ട്. വ്യക്തിത്വം, സ്വത്വം, അതിജീവനം എന്നീ വിഷയങ്ങളിൽ വേരൂന്നിയ ആഴത്തിലുള്ള മാനുഷികവും വൈകാരികവുമായ തലങ്ങളിലൂടെ കഥ സഞ്ചരിക്കുന്ന ഒരു ആർട്ട് വർക്കാണ് ബാലന്റേത്. ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണാൻ പ്രേക്ഷകരെ പഠിപ്പിക്കുന്ന സിനിമ. ജിത്തു മാധവന്റെ തിരക്കഥയും ഷൈജു ഖാലിദിന്റെ ഛായാഗ്രഹണവും ചിത്രത്തിന്റെ പ്രധാന ഘടകങ്ങളാണ് എന്ന് തന്നെ പറയാം. ചിത്രത്തിലെ അഭിനേതാക്കളായ ഫർസാന, ആദിശേഷൻ, സിനാൻ എന്നു തുടങ്ങി ഓരോ കഥാപാത്രങ്ങളായി എത്തിയവരെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമ കണ്ടവർക്ക് അതൊരു മികച്ച സിനിമാനുഭവം തന്നെയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമയാണ് ബാലനെന്നാണ് സംവിധായകൻ പ്രിയദർശൻ പറഞ്ഞത്. അങ്ങനെ പലരും ഗംഭീര അഭിപ്രായങ്ങൾ ആദ്യം മുതലേ പറഞ്ഞു തുടങ്ങി. പിന്നീട് പ്രേക്ഷകരും സിനിമ ഏറ്റെടുത്തു. ഏതാണ്ട് 18 കോടിയോളമാണ് സിനിമയുടെ ഇതുവരെയുള്ള ആഗോള ഗ്രോസ്. അങ്ങനെ ചിദംബരത്തിന്റെ ഹാട്രിക് വിജയമാവുകയാണ് ബാലൻ ദി ബോയ് എന്ന ഈ വേറിട്ട ചിത്രം. മലയാള സിനിമയും ഉയരങ്ങളിലേക്കാണ്. ഇവിടെ ഹീറോ കാമ്പുള്ള കഥ തന്നെ.